നിങ്ങൾ ആദ്യമായി ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടുള്ള ബെൽ ഐക്കൺ ഒന്ന് എനേബിൾ ചെയ്യുക. എന്ന എല്ലാ വീഡിയോയും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. ദിലീപിനെ കേന്ദ്ര കഥാപാത്രമാക്കി രതീഷ് രഘുനന്ദൻ സംവിധാനം ചെയ്ത തങ്കമണി എന്ന ചിത്രത്തിനെതിരെ ഉയർന്ന വിമർശനങ്ങളിൽ ഒന്ന് അതിന്റെ സെറ്റിനെ കുറിച്ചുള്ളതായിരുന്നു. തട്ടിക്കൂട്ടിയൊരുക്കിയ സെറ്റ് സിനിമയിലെ പ്രധാന കല്ലുകടിയാണെന്ന തരത്തിലായിരുന്നു യൂട്യൂബറായ അശ്വന്ത് കോക്ക് അടക്കം പരിഹസിച്ചത്. കൂതറ വർക്കാണെന്നും തക്കാളിപ്പെട്ടിയും തെർമോക്കോളും അടുക്കി വെച്ചാൽ സെറ്റാവില്ല എന്നുമാണ് അശ്വന്ത് പറഞ്ഞത്. എന്നാൽ ഇപ്പോഴിതാ ഇത്തരം പരിഹാസങ്ങൾക്ക് മറുപടി നൽകുകയാണ് സിനിമയുടെ ആർട്ട് ഡയറക്ടറായ മനു ജഗത്. ലൊക്കേഷൻ ചിത്രങ്ങൾ പങ്കുവെച്ചു കൊണ്ടാണ് ജഗതിന്റെ മറുപടി. വിമർശനം ഒരു തൊഴിലാക്കി ആരെയും എന്തിനേയും ഏത് രീതിയിലും പരിഹസിക്കാം എന്ന് കരുതരുത് എന്ന് മനു കുറിച്ചു. തങ്കമണി എന്ന സിനിമയ്ക്ക് വേണ്ടി ഞാനും എന്റെ സഹപ്രവർത്തകരും കൂടി എനിക്കനുവദിച്ചു കിട്ടിയ വളരെ കുറഞ്ഞ സമയത്തിനുള്ളിൽ മാക്സിമം ചെലവ് കുറച്ച് ചെയ്ത് തങ്കമണി എന്ന ടൗൺഷിപ്പ് ചെയ്യുന്ന തൊഴിലിനോട് കഴിയുന്നതും നീതി പുലർത്താൻ ശ്രമിക്കാറുണ്ട്. സമയവും സാമ്പത്തികവും കാലാവസ്ഥയും പ്രതികൂലമാവുന്ന സാഹചര്യത്തിലും പെർഫെക്ഷന് പ്രാധാന്യം കൊടുത്തു തന്നെയാണ് ചെയ്യാറ്. കാലഘട്ടം കൂടി അടയാളപ്പെടുത്തേണ്ട നിർമ്മിതി ആയതുകൊണ്ട് തെറ്റുകൾ വരാം. അത് ചൂണ്ടിക്കാണിക്കുന്നതും നല്ല കാര്യമാണ്, സ്വീകാര്യവുമാണ്. എന്നുവെച്ച് വിമർശനം ഒരു തൊഴിലാക്കി ആരെയും എന്തിനേയും ഏത് രീതിയിലും ഉണ്ടാക്കാം എന്നാവരുത്. ഇതൊക്കെ കൂതറ വർക്കാണെന്നും കുറെ തക്കാളിപ്പെട്ടിയും തെർമോക്കോളും അടുക്കി വെച്ചാൽ സെറ്റ് ആവില്ലെന്നും പറയുന്ന കേട്ടു. കുറെ വർഷത്തെ കഠിനാധ്വാനമാണ് എന്നീ നിലയിൽ നിൽക്കാൻ പറ്റുന്നത്. അങ്ങനെ നീ പറയുമ്പോഴേക്കും അനുവദിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നിനക്ക് മനസ്സിലാകില്ല. എന്റൊപ്പം വിയർപ്പൊഴുക്കിയ കുറെ പേരുണ്ട്. അവരുടെയൊക്കെ വിഷമം കണ്ടില്ലെന്ന് വെക്കാൻ പറ്റില്ല. നാടിനെ നടുക്കിയ നരനായാട്ടിന്റെ പുനരാവിഷ്കരണവുമായി എത്തിയ ചിത്രമാണ് തങ്കമണി.